അശോടാ ഇങ്ങോട്ട് വിട്, ഇങ്ങോട്ട് വിട്. നമ്മുടെ സ്ഥാനാർത്ഥി സ്റ്റേജിലേക്ക് വരണം. ഹാരാർപ്പണം നടത്തേണ്ടവര് ഈ വാഹനത്തിന് അടുത്തേക്ക് എത്തിച്ചേരുക. സ്ഥാനാർത്ഥി വാഹനത്തിൽ നിന്ന് ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അഡ്വക്കേറ്റ് ജബീ മേത്തർ MP നമ്മുടെ സ്വീകരണ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജബീ മേത്തർ MP നമ്മുടെ സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം ചെയ്യുകയാണ്. ഇന്ത്യൻ രാജ്യസഭയിലെ പെൺകരുത്ത് അഡ്വക്കേറ്റ് ജബീ മേത്തർ MP നമ്മുടെ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയയെ ഹാരാർപ്പണം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വൈകിട്ട് 4 മണി മുതൽ കാത്തു നിൽക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ അഭിസംബോധന ചെയ്യുകയാണ് നമ്മുടെ പ്രിയകരിയായ സ്ഥാനാർത്ഥി. അതിനു മുമ്പ് ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി 8ാം ബൂത്ത് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ താനി നാസറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KK അശോകേട്ടൻ ഹാരാർപ്പണം ചെയ്യുന്നു. സ്ഥാനാർത്ഥി സംസാരിക്കുന്നതിന് മുമ്പായി ഇന്ത്യൻ രാജ്യസഭയിലെ പെൺകരുത്ത് അഡ്വക്കേറ്റ് ജബീ മേത്തർ MP നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഈ ചുറുചുറുക്കുള്ള ആവേശത്തോടെ ഉശിരുള്ള പ്രിയ നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ പേരാമ്പ്ര തയ്യാറാണ് എന്ന് ഇവിടെ തടിച്ചുകൂടിയ എല്ലാവരുടെയും കണ്ണുകളും വികാരങ്ങളും ആവേശങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. നമ്മുടെ UDF അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. 100 സീറ്റിന് മുകളിൽ UDF വിജയിക്കുമ്പോൾ ആ 100 സീറ്റിൽ പേരാമ്പ്ര ഉണ്ടാകും. നമ്മുടെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ കേരളത്തിൽ UDFന്റെ സർക്കാർ വരുന്നതിന് വേണ്ടി നിയമസഭയിൽ കൈ ഉയർത്തുന്ന MLA-മാരിൽ ഒരു MLA നമ്മുടെ സഹോദരി ഫാത്തിമ തഹ്ലിയായിരിക്കും. ഒരു സംശയത്തിന് അതീതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഭയന്ന് വിറച്ച് പരാജയം മണത്ത് ആരെങ്കിലും എന്തെങ്കിലും തിരക്കഥകൾ രചിച്ചാൽ അതൊന്നും ഇവിടെ പേരാമ്പ്രക്കാരുടെ അടുത്ത് വില പോവില്ല. ഫാത്തിമ തഹ്ലിയയുടെ വിജയം സുനിശ്ചിതമാണ്. ഒരു കാര്യം ഉറപ്പ്, ഫാത്തിമ തഹ്ലിയെ നിങ്ങൾ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ഒരു സഹോദരിയായി, ഒരു മകളായി, ഒരു കൂടപ്പിറപ്പായി ഈ പേരാമ്പ്രയുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ വികസനത്തിന്റെ ശബ്ദമായി കേരള നിയമസഭയിൽ മുഴങ്ങാൻ ഫാത്തിമ തഹ്ലിയയുടെ ശബ്ദമുണ്ടാകും. ഏണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഫാത്തിമ തഹ്ലിയെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF, ജയ് ഫാത്തിമ തഹ്ലിയ. പ്രിയപ്പെട്ടവരെ, നാട്ടുകാരാണ് എന്റെ മുമ്പിലുള്ളത്. ഈ കട്ടങ്കോട് റോഡ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കേൾക്കേണ്ടതാണ്. കട്ടങ്കോട് റോഡ് കഴിഞ്ഞ 10 വർഷമായി നിങ്ങളുടെ എതിരാളി സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള TP രാമകൃഷ്ണന്റെ മണ്ഡലമാണ്. ഒരു നയാ പൈസ ഇവിടെ കാണുന്നത് പോലെ പഞ്ചായത്ത് വെച്ച ഈ സ്ട്രീറ്റ് ലൈറ്റ് അല്ലാതെ ഒരു ബൾബ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. 1950 സംശയിക്കും. പ്രിയപ്പെട്ട നമ്മുടെ സാരഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ നിങ്ങൾ അഭിസംബോധനയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇടേരിമുക്കിലെത്തിയപ്പോ ഇത്രയധികം ആളുകള് നിങ്ങൾ ഏകദേശം 4 മണിക്ക് ശേഷം ഇവിടെ സ്ഥാനാർത്ഥി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരാണ്. സമയം എത്രയോ കഴിഞ്ഞുപോയി. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഒരു നിരാശയും ഞാൻ കാണുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്.
മാത്രമല്ല എത്ര കാത്തിരുന്നാൽ എന്താ, ദേ നമ്മുടെ പാർലമെന്റിൽ നിന്ന് ജെബി മേത്തർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പേരാമ്പ്രയുടെ മണ്ണിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ വിജയമാണ്. കേരളത്തിൽ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് നിരവധി അനവധി ആളുകൾ, നേതാക്കന്മാർ വന്നിറങ്ങുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് ഓരോ നേതാക്കന്മാരും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന പ്രതീക്ഷകൾ അതിനോടൊപ്പമുണ്ട് എന്ന് എഴുതി ഒപ്പിടുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ, അവരുടെ ഇടപെടലുകൾ നടത്തുന്നു. ഇതൊരു വല്ലാത്ത വികാര വായ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വപ്നതുല്യമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ ഭൂമിയിൽ പിറന്ന നാൾ മുതൽ ഇത്രയും അധികം ആളുകളുടെ സ്നേഹ വായ്പകൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ജീവിതത്തിലെ സ്വപ്നതുല്യമായിട്ടുള്ള നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർത്താൽ തീരാത്ത നന്ദി നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷെ അതിവിടെ ഞാൻ പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ നിയമസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി എണീറ്റ് നിൽക്കും. അദ്ദേഹം എണീറ്റ് നിൽക്കുമ്പം അദ്ദേഹത്തിനോട് വാക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നൽകുന്നത്. ഇവിടെ പറഞ്ഞല്ലോ റോഡിന്റെ പ്രശ്നമുണ്ട്, ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു നയാ പൈസ അപ്പുറത്തു നിന്ന് ലഭിച്ചിട്ടില്ല, ഭരണകൂടത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഒട്ടും നിരാശരാവേണ്ട നിങ്ങൾ, ഒട്ടും ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ അറിയിക്കട്ടെ. വരാൻ പോകുന്ന ദിവസങ്ങൾ UDF-ന്റേതാണ് അല്ലേ? 9-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആവേശത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ നോക്കുന്നത്. അവർക്ക് 9-ാം തീയതി ആയാൽ മതി. എത്രയൊക്കെ ആരൊക്കെയാ സംസാരിക്കുന്നതെന്നറിയോ? കഴിഞ്ഞ ദിവസം അസുഖബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ പോയി കണ്ടപ്പം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ മെയ് 4-ന് കാത്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കലണ്ടറിൽ മെയ് 4 ആയാൽ മതി എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്യുന്ന, അനുഗ്രഹിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ഇത്തിരി പോകുന്ന സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ രംഗത്തുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാലാവുന്ന രൂപം വീടുകളിൽ കയറി, കവലകളിൽ പോയി, പോകുന്ന വഴിയിടങ്ങളിൽ ആളുകളെ കണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ട്, ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ വിജയം സുനിശ്ചിതമാക്കി ഇവിടെ ഈ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ മാത്രമല്ല, നിങ്ങൾ ഇടപെടുന്ന മേഖലയിലുള്ള ആളുകളുടെ വോട്ടുകൾ കൂടി തീർച്ചയായിട്ടും നമ്മൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത് വെറും UDF-ന്റെ ആളുകളുടെ വോട്ട് ചോദിച്ചിട്ടുള്ള പരിപാടിയാണ് എന്ന് അല്ല. കേരളത്തിലുടനീളം നടക്കുന്ന ഭരണവിരുദ്ധ തരംഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആളുകൾ ക്ഷീണം പറ്റിയിട്ട് പ്രയാസം അനുഭവിച്ചിട്ട് ഇവിടെയുണ്ട്. നല്ലവരായിട്ടുള്ള CPM-കാരുൾപ്പെടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിരാശരാവേണ്ട. ജയം തന്നെയാണ്, ജയം തന്നെയാണ്. പേരാമ്പ്രയിൽ UDF തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോളൂ. അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ നമ്മുടെ ചിഹ്നമായിട്ടുള്ള ഒന്നുകൂടെ പറഞ്ഞേ, നമ്മുടെ ചിഹ്നമായിട്ടുള്ള കോണിയിൽ നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നടന്നു നീങ്ങാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. 2-3 ഹാരാർപ്പണം കൂടിയുണ്ട്. ഒന്ന്, 8-ാം ബൂത്തിന്റെ ട്രഷറർ KT സുനിൽകുമാർ, ഷംന, അതുപോലെ തന്നെ VM അശോകേട്ടൻ, നദീറ, ഖാലിദ് CM ആരാധന ചെയ്യുന്നു. ചെറിയ കുമ്പളത്തിന്റെ യുവത്വത്തിന്റെ കരുത്താണ് ഖാലിദ് CM ആരാധന ചെയ്യുന്നു. അരുൺ KK, സെലീന അലി, സുനിൽ ചെറുതല്ല.